പെഹൽഗാം ആക്രമണം, ഭീകരാക്രമണം നടന്നിട്ട് ഒരാഴ്ചയാവുകയാണ്. 26 പേരുടെ ജീവനെടുത്ത പെഹൽഗാം കൂട്ടക്കൊല, അതിൽ ഭീകരവാദികൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ഇന്ത്യൻ സൈന്യം. ഈ തുടക്കം മുതൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നമ്മുടെ രാജ്യം പറയുന്നുണ്ട്. തെളിവുകളടക്കം രാജ്യം മുന്നോട്ട് വച്ചു. ലോകരാജ്യ നേതാക്കളെയൊക്കെ നമ്മുടെ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ടെലിഫോൺ ലൈനിലും അല്ലാതെയും ബന്ധപ്പെട്ടു. നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ, വല്ലാത്തൊരു ആശങ്കയിൽ, ജാഗ്രതയിലൊക്കെ നിൽക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ രാജ്യം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിക്കുന്നത്, ഈ പെഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകരരിൽ ഒരാൾ പാക് പട്ടാളത്തിലെ പാരാ കമാൻഡോ എന്ന് NIA സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡറായ ഹാഷിം മൂസയാണ്. ഹാഷിം മൂസ ലഷ്കർ തയ്ബയുടെ ഓപ്പറേഷൻസ് ഹെഡ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡിനെയും NIA ചോദ്യം ചെയ്യുന്നുണ്ട്. ബൈസാരൻ വാലിയിലെ സിപ്പ് ലൈൻ ഓപ്പറേറ്ററും കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ അതിശക്തമായ നീക്കങ്ങൾ നടക്കുന്നു. പുതിയ കണ്ടെത്തലുകൾ വരുന്നു. ഈ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്ന് ശരത്ലാൽ ഉണ്ട് നമുക്കൊപ്പം തത്സമയം. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തുടക്കം മുതൽ, പെഹൽഗാം ഭീകരാക്രമണം നടന്ന തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളമാണെന്ന് നമ്മുടെ രാജ്യം സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ നിരത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പാക് സൈന്യത്തിന് നേരിട്ട് പങ്കുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യമാണ് ശരത്ത്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണം നടത്തിയ 7 ദിവസം പങ്കിട്ടിരിക്കുകയാണ്. ഈ അക്രമികളോട് ഇന്ത്യൻ സൈന്യം അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ NIA അന്വേഷണത്തിലും വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന് നേരിട്ട് തന്നെ പങ്കുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ NIA നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പട്ടാളത്തിലെ പാരാ കമാൻഡർ ആയിരുന്ന വ്യക്തി ആണ് ലഷ്കർ-e തോയ്ബയ്ക്ക് വേണ്ടി ഇത്തരം മനുഷ്യ കൂട്ടക്കരുതി ഇന്ത്യയിൽ നടത്തിയത്. ഹാസിം മൂസ എന്ന ഈ പാരാമിലിറ്ററി കമാൻഡോന്റെ പൂർണ്ണ വിവരങ്ങൾ NIA ശേഖരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം NIA കസ്റ്റഡിയിലെടുത്ത 15 സ്ലീപ്പർ സെൽ വ്യക്തികളിൽ നിന്ന് പരോക്ഷമായും നേരിട്ടും ഈ കൂട്ടക്കൊലക്ക് ബന്ധമുള്ള 15 പേരിൽ നിന്നാണ് മൂസയെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ലഭിച്ചത്. മൂസ 1.5 വർഷം മുമ്പ് ഇന്ത്യയിലെത്തി. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ലഷ്കർ-e തോയ്ബ, അതേപോലെ തന്നെ ജയ്ഷ്-e-മുഹമ്മദ് എന്നീ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലിന്റെ സഹായത്തോടെയാണ് മൂസ താമസിച്ചതെന്നും ഈ സ്ഥലങ്ങളൊക്കെ NIA ഇപ്പോൾ മാപ്പ് ചെയ്തു. സേതുലക്ഷ്മി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ റിഡ്ജിൽ ഇപ്പോൾ മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ഈ ഹാസിം മൂസയെ മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ തന്നെ നിർവീര്യമാക്കാൻ കഴിയും എന്നാണ് സുരക്ഷാ സേനയുടെ ഒരു കണക്കുകൂട്ടൽ. ഏതായാലും ഭക്ഷണത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ആയുധങ്ങൾക്ക് വേണ്ടിയും മാഗസിന് വേണ്ടിയും താഴെയുള്ള ലഷ്കർ-e തോയ്ബെ സ്ലീപ്പർ സെല്ലുകളെ ആശ്രയിക്കും എന്നതും കാത്തിരിക്കുകയാണ് സുരക്ഷാ സേന. ഇന്നലെ തന്നെ ഈ ഭീകരർക്ക് തൊട്ടരികിലേക്ക് ഇന്ത്യൻ സേന എത്തിയിരുന്നു. അവരെ സേന വളഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഓപ്പറേഷൻസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യം, പാകിസ്ഥാന്റെ സൈന്യത്തിനടക്കം നേരിട്ട് പങ്കുണ്ട് എന്ന തെളിവ് പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം ഇന്നലത്തെ ഖ്വാജ ആസിഫിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. യുദ്ധമാസന്നം എന്ന നിലയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കം പ്രതികരിക്കുമ്പോൾ നിലവിലെ സാഹചര്യം എത്രത്തോളം നിർണായകമാണ് പാകിസ്ഥാൻ? സേതുലക്ഷ്മി, ഇതുതന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകൾ. പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഒരു പങ്ക് തെളിയിക്കാൻ NIA അന്വേഷണത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഡോസിയർ, ഈ തെളിവുകൾ അടങ്ങുന്ന ഡോസിയറാണ് പാകിസ്ഥാനെ ലോകത്തിന് മുമ്പിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് തെളിവുകൾ ഇന്ത്യക്ക് നിരത്താൻ കഴിയുക. കാരണം ഈ ഹാസിം മൂസ ഒരു പാരാമിലിറ്ററി കമാൻഡർ മാത്രമല്ല, ലഷ്കർ-e തോയ്ബയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഓപ്പറേറ്റർ ആണ് എന്നതും അത് ISI അടക്കമുള്ള
പട്ടാളത്തിനും പട്ടാള വിഭാഗത്തിനും ഓപ്പറേഷൻ വിഭാഗത്തിനും നേരിട്ട് പങ്കുണ്ട് എന്നും തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകളായിരിക്കും ഡോസിയറായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ സമർപ്പിക്കുക. ഇതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇടക്കാല റിപ്പോർട്ട് NIA നൽകും. അതുകൊണ്ട് തന്നെയാണ് NIA ഇത്തരമൊരു അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടത്തുന്നത്. ഏതായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു സൂക്ഷ്മമായ ഒരു തിരച്ചിൽ കൂടി ഇന്ന് തുടങ്ങുകയാണ്. ഇത് ഹെലികോപ്റ്റർ കൂടി ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അതിർത്തിയായതിനാൽ അതിർത്തിയിൽ നിന്ന് ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചൽ മുടക്കാനുള്ള ഒരു സാധ്യതയാണ് പാകിസ്ഥാൻ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഫയറിംഗ് എന്നാണ് ഇപ്പോൾ സൈന്യം കണക്ക് കൂട്ടുന്നത്. സേതുലക്ഷ്മി. ശരി ശരത്തിലേക്ക് മടങ്ങിയെത്താം. പ്രിയപ്പെട്ടവരെ, പെഹൽഗാം ഭീകരാക്രമണം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക്, നിർണായകമായ തെളിവ് നിരത്തലിലേക്ക് NIA സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് സൈന്യത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് വെളിവാക്കുന്ന തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു. ഭീകരവാദികളെ സൈന്യം വളഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഭീകരവാദികൾക്ക് അടുത്തേക്കെത്താൻ, ഇവരെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷയും.